എൻ്റെ സുവിശേഷം 11-ാം അധ്യായം അതിൻ്റെ 4-ാം വാക്യം. യേശു ഇത് കേട്ടിട്ട് ഈ ദീനം മരണത്തിനായിട്ടല്ല ദൈവനാമ മഹത്വത്തിനായിട്ടത്രേ എന്ന് കർത്താവ് പറയുവാനിടയായി തീർന്നു. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവപൈതലേ, നമ്മുടെ ജീവിതത്തിനകത്ത് ഒരുപാട് വിഷയങ്ങൾ, ഒരുപാട് സാഹചര്യങ്ങളിലൂടെ, അവസ്ഥകളിലൂടെ നാം കടന്നു പോകുന്നുണ്ട്. നമ്മൾ കേട്ട ദൈവത്തിൻ്റെ വചനം നമുക്കെല്ലാവർക്കും വളരെ സുപരിചിതമാണ്. ലാസർ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ ദീനമായി മരണത്തോട് മല്ലടിച്ചു കൊണ്ടിരിക്കുമ്പോഴും തന്റെ സഹോദരിമാർ യേശുവിന്റെ അടുക്കൽ ആളയച്ചു. ആമേൻ, ലാസർ ദീനമായി കിടക്കുന്നു എന്ന് യേശു കർത്താവ് പറഞ്ഞൊരു പദമാണ്, ഈ ദീനം മരണത്തിനായിട്ടല്ല. ഇന്ന് നാം അനുഭവിക്കുന്ന, എന്നെ കേൾക്കുന്ന പ്രിയ ദൈവവേദനയിൽ നിങ്ങൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ, ഒരു പക്ഷേ അത് ഈ പ്രശ്നത്താൽ നിങ്ങൾ അവസാനിക്കും. ഈ പ്രശ്നം നിങ്ങളുടെ ജീവിതത്തിൽ നാശത്തിന് കാരണമാകും. ഈ പ്രശ്നത്തിൽ നിന്ന് ഒരിക്കലും ഞാൻ പുറത്തു വരത്തില്ല, അല്ലെങ്കിൽ നിങ്ങൾ പുറത്തു വരത്തില്ല എന്നിങ്ങനെയുള്ള ഭാരപ്പെടുന്ന, സങ്കടപ്പെടുത്തുന്ന ചിന്തകളാൽ ആരെങ്കിലുമൊക്കെ ഈ പകൽ എന്നെ കേൾക്കുന്നു എങ്കിൽ ഞാൻ നിങ്ങളെ നോക്കിയിട്ട് യേശു കർത്താവ് പറഞ്ഞ അതേ പദം പറയാം. നീ അനുഭവിക്കുന്ന പ്രശ്നം അവസാനം അല്ല. നീ അനുഭവിക്കുന്ന കഷ്ടതകൾ നിൻ്റെ അവസാനമല്ല. ഇന്ന് നീ അനുഭവിക്കുന്ന കഷ്ടതകൾക്കകത്തുകൂടെ, ഇന്ന് നീ അനുഭവിക്കുന്ന പ്രതിസന്ധികളിലൂടെ നിൻ്റെ ജീവിതത്തിനകത്ത് ദൈവം അസാധാരണകരമായ പുതിയ ഒരു ദൈവപ്രവൃത്തി നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം ആരംഭിക്കുവാൻ പോവുകയാണ്. തീർന്നു എന്ന് പറഞ്ഞ് നിങ്ങൾ ഫിസ്റ്റോപ്പിട്ട നിങ്ങളുടെ വിഷയം അവസാനിച്ചു, ഇനി നടക്കത്തില്ലെന്ന് പറഞ്ഞ് നിങ്ങൾ മതിയാക്കി വെച്ചത് ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ ആരംഭിക്കാൻ പോകുന്നു എന്ന് ഞാൻ ദൈവാത്മാവിൽ നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നു. ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.